റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുത്തെ പരിശുദ്ധ ഹദീസിൽ പഠിപ്പിച്ചതുപോലെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാണ്. എത്രത്തോളം പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 കിടപിടിക്കുന്ന ദിവസങ്ങളാണ് ഈ പരിശുദ്ധമായ 10 ദിവസങ്ങൾ. അമലുകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ അറഫ നമുക്കൊക്കെ അറിയുന്നത് പോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അള്ളാഹുവിന്റെ ഭവനമായ കഅബ ലക്ഷ്യം വെച്ച് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം കർമ്മങ്ങൾ നടത്തുന്ന എല്ലാവരുടെ അമലുകളും ഖബൂലിയത്തുള്ള അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. അതിലൊക്കെ എല്ലാ ഉമ്മത്തിനും മുസ്ലിം സമൂഹത്തിനും നമുക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അല്ലാഹു ഇജാബത്തുള്ള പ്രാർത്ഥനകളായി അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ അറഫ ചില്ലറയല്ല പ്രിയപ്പെട്ടവരെ. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഓരോ സമയത്തും ഓരോ മനുഷ്യനെയും എങ്ങനെയാണോ അവൻ ദുർമാർഗത്തിലേക്ക് നടത്തുക, അതിലിങ്ങനെ വിജയം കൊണ്ട് കണ്ട് ആസ്വദിച്ച് നടക്കുന്ന ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് വല്ലാതെ മോശമായി പോകുന്ന, വളരെ നിന്ദ്യനായി പോകുന്ന, വളരെ നിസ്സാരനായി പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ മണ്ണെടുത്ത് തലയിലേക്ക് ഇട്ടുമാർ അത്രക്ക് മോശമാകുന്ന ഒരു സിറ്റുവേഷനിൽ ഇബ്ലീസ് കടന്നു പോകുന്ന ഒരു ദിവസം അത് പരിശുദ്ധമായ അറഫയാണ്. ഒന്നാം ആകാശത്തേക്ക് പരിശുദ്ധ റബ്ബ് കടന്നു വന്നിട്ട് അന്ന് മലായിക്കത്തുകളോട് വലിയ രീതിയിൽ അവിടുത്തെ അഭിമാനം പറയുന്ന പറച്ചിൽ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അടികളെ നോക്ക്, എന്റെ അടിമകളെ നോക്ക്, അവർ എന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും പവിത്രമായ പ്രാർത്ഥന, ഏറ്റവും ഫലവത്തായ ദുആ അത് അറഫയുടെ പ്രാർത്ഥനയാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദീർഘിപ്പിക്കല്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടുകളിൽ മാസം കണ്ടതനുസരിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ചയാണ് അറഫയുടെ ദിവസം. അടുത്ത ചൊവ്വാഴ്ചയാണ് പരിശുദ്ധമായ അറഫ ഭൂമിയിൽ ഒരുപാട് വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ദിവസം. ഈ 2 ദിവസങ്ങളിലും പരിശുദ്ധമായ സുന്നത്ത് നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ ശ്രദ്ധ പുലർത്തണം. എത്രത്തോളം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 നമ്മളൊക്കെ എത്രമാത്രം പുണ്യവും പ്രാധാന്യവും കൽപ്പിക്കുന്നുവോ അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കേണ്ട ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ട് ആ ദിവസത്തിൽ നോമനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ അന്നത്തെ ദുആയിൽ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അറഫ ഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാനത്തെ പ്രസംഗം നടന്നിട്ടുണ്ട്. അവസാനത്തെ ദുആയിൽ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മത്തിന് വേണ്ടി വല്ലാതെ ദുആ ചെയ്തിട്ടുണ്ട്. അവസാനം ചിരിക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബി ഇത് ചിരിക്കുന്ന സമയമല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്തപ്പോ ഇബ്ലീസ് ഇളിമ്പനായി പോകുന്നത് കണ്ടപ്പോ എനിക്ക് ചിരി വന്നതാണ് സ്വഹാബ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച മുത്തുനബി അവസാനത്തെ അറഫ പ്രസംഗത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു സന്ദേശം മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃസ്യമായ ആ സന്ദേശം 1400 വർഷങ്ങൾക്ക് ഇപ്പുറവും വളരെ കൃത്യമായി നമ്മളൊക്കെ അഭിമാന ബോധത്തോടുകൂടി ലോകത്തിന്റെ ഏത് സാർവിക ലൗകികതയിലും ജനീയതയിലും പറയാൻ പറ്റുന്ന കൃത്യമായ സന്ദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി പഠിപ്പിച്ച വലിയ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അലാ ഇന്ന ജിമാഅക്കും വ അംവാലക്കും വ അറാദുക്കും അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ വഫീ ശഹരിക്കും ഹാദാ. നമ്മൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച പരിശുദ്ധമായ ഹജ്ജ് മാസത്തിൽ അത്രക്ക് പവിത്രമായ, നേരത്തെ സൂചിപ്പിക്കേണ്ടതുപോലെ പവിത്രമായ അറഫയുടെ ദിവസത്തിൽ ഉച്ച കഴിഞ്ഞ് അതും സംസാരിക്കുന്നത് എവിടെ വെച്ചിട്ടാ? ഒരു സാധനത്തിനെ പോലും നോവിക്കരുത് പവിത്രമാക്കപ്പെട്ട ആ പരിശുദ്ധമായ ഹറം ഭൂമിയിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പവിത്രതയെ മാനിച്ചുകൊണ്ട് പറയുകയാണോ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ സ്ഥലത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ രക്തത്തിന് വിലയുണ്ട്, നിങ്ങളുടെ അഭിമാന ബോധത്തിന് വിലയുണ്ട്, നിങ്ങളുടെ സമ്പത്തിന് വിലയുണ്ട്. അന്യന്റെ രക്തം ചൊരിക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ നിങ്ങൾ പോകരുത് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂൽ പഠിപ്പിക്കുകയാണ്. അവരുടെ സമ്പത്തിനെ അപഹരിക്കുന്ന രീതിയിൽ നയാ പൈസ ഹക്കല്ലാത്തത് നേടിയെടുക്കുന്നതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ നിങ്ങൾ പോകരുതെന്ന് മുത്തുനബി പഠിപ്പിക്കുകയാണ്.
നിങ്ങളുടെ അഭിമാനമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം. ആധുനിക സമൂഹത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അവസാനത്തെ ഖുതുബയാണ് നടന്നിട്ടുള്ളത്. 3 മാസം 4 മാസങ്ങൾക്ക് ശേഷം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുകയാണ്. അതുകൊണ്ടാണ് ഈ സംസാരം ആരംഭിക്കുന്നത് തന്നെ മുത്തനബി അങ്ങനെയാണ്. അടുത്തൊരു വർഷത്തിൽ ഈ ഒരു വർഷത്തിനു ശേഷം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ ഉണ്ടാകൂല. അടുത്ത വർഷം റസൂൽ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിന്റെ ആദ്യത്തെയും അവസാനത്തെയുമായ പ്രസംഗത്തിൽ മുത്ത് റസൂൽ കൊടുത്തത് അങ്ങനെയാണ്. നിങ്ങളുടെ അഭിമാനം പ്രിയപ്പെട്ടവരെ പിച്ച് ചീന്തരുതോ. സോഷ്യൽ മീഡിയകളിൽ കമന്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഹാസ്യരൂപേണ ചില കമന്റുകളോ അല്ലെങ്കിൽ ദൃശ്യങ്ങളോ ഇട്ടിട്ടോ ഒരു മനുഷ്യന്റെ അഭിമാനം സമൂഹമധ്യ പിച്ച് ചീന്തരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തിട്ടുള്ള സന്ദേശം എത്രമാത്രം ഞാനും നിങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. സമ്പത്തിന്റെ വിഷയത്തിലേക്ക് വന്നാലും ആ പ്രസംഗത്തിന്റെ നിരന്തര ഭാഗങ്ങൾ പരിശോധിച്ചു നോക്കിയാലും പ്രിയപ്പെട്ടവരെ, ഖേദകരമെന്ന് പറയട്ടെ, 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ആ സന്ദേശത്തിന് ഒരു വില പോലും ഘടിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം മാറിയിട്ടുണ്ടോ എന്നോ ചിന്തിക്കേണ്ടത് നമ്മൾ എങ്ങനല്ലേ പ്രിയപ്പെട്ടവരെ. അതിന്റെ രണ്ടാം ഖണ്ഡികയായിട്ട് മുത്ത് റസൂൽ പറഞ്ഞ ഞാൻ ദീർഘമായി സംസാരിക്കുന്നതിൽ ഒരുപാട് വിഷയങ്ങളാണ് അതിലുള്ളത്. ഒന്നുകൂടി നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. ജാഹിലിയത്തിൽ ഒരുപാട് പലിശക്കാരുണ്ടായിരുന്നു. സമ്പത്തിന്റെ പേരിൽ ഒരുപാട് വലിയ കച്ചവടക്കാര് സമ്പത്ത് കൊടുത്തിട്ട് അതിന്റെ പലിശ വാങ്ങുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെക്കാണ്, എല്ലാ പലിശകളും ഇതാ ഞാൻ എന്റെ കദമിന്റെ ചവിട്ടി താഴ്ത്തുകയാണ്. ഇനി പലിശക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോകരുത്. അല്ലാഹുവിന്റെ റസൂൽ മാതൃക കാണിച്ചു കൊടുത്തു. ആദ്യമായി എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ വലിയ കച്ചവടക്കാരനായിരുന്നു. ഒരുപാട് സമ്പത്ത് കൊടുത്തതിന്റെ പേരിൽ പലിശ ലഭിക്കാനുണ്ട്. ആ പലിശയാണ് ഞാൻ ആദ്യമായി എഴുതി തള്ളുന്നത്. ഇനി ആരും പലിശയിൽ രംഗത്ത് വരരുത്. പ്രിയപ്പെട്ടവരെ, ഒന്ന് കടന്നു വരൂ. ഇന്ന് പലിശയുമായി ബന്ധപ്പെടാത്ത എത്ര ആളുകളുണ്ട് ഞാനും നിങ്ങളും എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പാവപ്പെട്ടവൻ ഒരു 2 രൂപക്ക് വേണ്ടി 1000 രൂപക്ക് വേണ്ടി അവന്റെ പ്രയാസത്തിന്റെ സമയത്ത് 4 സമ്പത്തുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടുമ്പോ അത് വട്ടിപ്പലിശയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ന്യായത്തിന്റെ പേരിലോ അവരുടെ രക്തങ്ങൾ ഊറ്റിക്കൊടുക്കുമാർ വലിയ വലിയ പലിശകളല്ലേ പ്രിയപ്പെട്ടവരെ ആധുനിക സമൂഹത്തിൽ കൊണ്ട് നടക്കുന്നത്. നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെ അങ്ങനെയില്ലേ പ്രിയപ്പെട്ടവരെ. മറ്റൊന്നുകൂടി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ വരുമ്പോ പലിശ എന്ന് പേര് പറയാതെ പലിശയുടെ ഇനങ്ങളിൽ പലവിധ കച്ചവടങ്ങൾ നടക്കാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അങ്ങനെയാണല്ലോ. പേരുകൾ മാറ്റി ലാഭങ്ങളെന്നോ കമ്മീഷനുകളെന്നോ മറ്റെന്തൊക്കെയോ പേരിട്ട് കനത്ത പലിശയുമായി കൊണ്ടു നടക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ മാറി നിൽക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, പടച്ച റബ്ബിനോടും അല്ലാഹുവിന്റെ റസൂലിനോടാണ് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചത് എന്ന് ഓർക്കണേ. ആരോടാ യുദ്ധം പ്രഖ്യാപിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പലിശയുമായി ബന്ധപ്പെടരുത് എന്നാണ് അറഫയിൽ മുത്ത് റസൂൽ പഠിപ്പിച്ചിട്ടുള്ള സന്ദേശം. തുടർന്ന് അങ്ങനെ സ്ത്രീകളോട് കാണിക്കേണ്ട മാന്യതകൾ, നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച വിശ്വാസങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കേണ്ട രീതികൾ, അങ്ങനെ നീണ്ടുപോകുന്ന ദൃശ്യമായ പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സന്ദേശങ്ങൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാനും ജീവിതത്തിൽ നിന്ന് പലിശയുമായി ബന്ധപ്പെടാതെ നയാ പൈസ ഹക്കല്ലാത്ത ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര പ്രാർത്ഥനക്കാരാണ്. നിസ്കരിക്കാൻ അവർ 1-ാം സഫിലാണ്, മറ്റുള്ള കാര്യങ്ങൾക്ക് അവർ മുൻപന്തിയിലാണ്. പക്ഷേ അവരുടെ ഇബാദത്തുകൾക്ക് സിഹ്ഹത്തില്ല, കബൂലിയത്തില്ല, പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. മത്അമുഹു ഹറാം മൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം ഹറാമിലാണ്, അവന്റെ ഭക്ഷണം ഹറാമിലാണ്, അവൻ വളർന്ന ശരീരത്തിലെ ചോരയും നീരും ഹറാമാണ്. എന്ത് സംബന്ധിച്ചു? 1 രൂപക്ക് വേണ്ടി 2 രൂപക്ക് വേണ്ടി ഹക്ക് നോക്കാതെ കച്ചവടം നടത്തി പലിശക്ക് പിന്നിൽ നടന്നതിന്റെ പേരിൽ നിങ്ങൾ നയിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തൊന്നും അത് ഹറാമിന്റെ സമ്പത്തായതുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം പടച്ച റബ്ബിനിക്ക് വേണ്ട, പ്രാർത്ഥിക്കുന്ന ദുആ അല്ലാഹു കബൂലാക്കൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആ സന്ദേശം കൃത്യമായി മുറുകെ പിടിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ ഈ പുതിയ തലമുറ. ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. പലിശ കൊണ്ട് ബന്ധപ്പെടാത്ത ഒരവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ ഹക്കായ മാർഗത്തിൽ നേടിയെടുക്കാൻ, അത് യഥാർത്ഥ മാർഗത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ 10 ദിവസത്തിന്റെ എല്ലാ പുണ്യങ്ങളും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാടിനും അള്ളാഹു വർഷിപ്പിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.